ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് കപ്പങ്ങയും പരിപ്പും വെച്ചൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കപ്പങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി അതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി വേണം അരിഞ്ഞെടുക്കാൻ. സാധാരണ കപ്പങ്ങയിൽ കുറേ കുരുക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഈ കപ്പങ്ങയിൽ അങ്ങനെ വലിയ കുരുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം തൊലിയൊക്കെ കളഞ്ഞ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇട്ടു. നമ്മുടെ കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒന്നോ രണ്ടോ വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർന്ന് നല്ലോണം അരച്ച് വെക്കുക. വെന്ത് വരുന്ന പരിപ്പിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കപ്പങ്ങയും പച്ചമുളകും ഉപ്പുമിട്ട് ഒരു വിസിൽ കേൾക്കുന്ന രീതിയിൽ വേവിക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കൊന്നും ആയില്ല എന്നും പറഞ്ഞ് എൻ്റെ ബ്ലാക്കി പൂച്ച എൻ്റെ അമ്മയെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് നിങ്ങളാ കാണുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മുടെ കപ്പങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, വേപ്പില, ഇതെല്ലാം ഇട്ട് നല്ലപോലെ താളിച്ച് ഒരു നുള്ളു മുളക് പൊടി, ചെറിയ എരിവിന് വേണ്ടി മാത്രം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പും കൂടി മിക്സ് ചെയ്ത് അതൊന്ന് തിളക്കുന്ന വരെ നിന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങയും പരിപ്പും എല്ലാം അതിൽ മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് താളിച്ച് നമ്മളുടെ ആ കടുകും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി മാറ്റി വെക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളി കപ്പങ്ങയും പരിപ്പും കൂടി മിക്സ് ചെയ്ത കറി റെഡി ആയിട്ടുണ്ടാവും. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണേ.